ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അഗത്തി, ബംഗാരം, തിനക്കര എന്ന 3 ഐലൻഡുകളാണ്. അടിപൊളി ഐലൻഡുകളാണ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കവരത്തി പോർട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ലേറ്റ് ആയ കാര്യം. പിന്നെ കയ്യിലുള്ള ബാഗ് എടുത്തൊരു ഓട്ടായിരുന്നു. വെസൽ നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. ഈ വെസൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരും. അതെന്തുകൊണ്ടാണ് വെസലിൽ സഞ്ചരിച്ചവർക്കും എന്റെ പഴയ വീഡിയോസ് കണ്ടവർക്കും അറിയാം. ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള നീണ്ട 1.5 മണിക്കൂറിന്റെ യാത്രക്കൊടിയിൽ നമ്മൾ അഗത്തി എത്തിയിരിക്കുകയാണ്. വെസലിലെ ജെട്ടിയോട് അടുപ്പിക്കാത്ത കാരണം നമ്മൾ ബോട്ടിലായിട്ട് ഇറങ്ങണേ. ബോട്ടിലുള്ള ഒരു യാത്ര അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അകത്തിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം ഹക്കീമുണ്ട്, പിന്നെ യൂക്കോ ബാങ്കിന്റെ മാനേജർ, അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഈ പോകുന്നത് നമ്മൾ നേരെ റെസ്റ്റോറന്റിലേക്കാണ്. അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഓ മച്ചാന ഒരു രക്ഷയില്ല കേട്ടാ. റിസോർട്ട് ഒരു അടിയിൽ നിങ്ങൾ നോക്കിക്ക്, പൊള്ളി സാധനം. അവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, പിന്നെ അവിടെ ഇരിക്കാനുള്ള സൺബാത്ത് ചെയ്യാനുള്ള സെറ്റപ്പുകളുണ്ട്. ഒരു രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തന്നെ പൊളിയാവുന്ന വിചാരിക്കണേ. ഓ സൂപ്പർ സ്ഥലം. അകത്തിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അകത്തൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലടാ, എൻ്റെ ഒപ്പം കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. ആ പിള്ളേരെ കൂട്ടത്തിൽ അതിനോട് നമുക്ക് സംസാരിച്ച് നോക്കാട്ടാ. അവനകത്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ കാണാം. ഫസ്റ്റ് കയറി വന്നതിന് നല്ല അടിപൊളി ഒരു സർപ്രൈസ് അവന് കൊടുത്തിട്ടില്ല. എന്താ പറയാ? അത്യാവശ്യം സൂപ്പറാണ്. ഈ റിസോർട്ട് കണ്ടപ്പോ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന പിള്ളേർ സെറ്റ് ഫുൾ ഓണായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടിയത് നല്ല ചൂടുള്ള ഇടിയപ്പവും നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ബോട്ട് കിടക്കുന്ന ജെട്ടിയിലേക്ക് കേട്ടോ. അതിന്റെ പരിസരത്ത് തന്നെ കാണാൻ കുറെ നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അകത്തിയത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ. ഇത്രയ്ക്കാനുള്ള അകത്തി. ഇന്ന് ഞങ്ങൾ അകത്തിയത് ബംഗാരത്തേക്ക് അല്ല, തിനക്കരയിൽ നിന്ന് ബംഗാരം. തിനക്കരയിലാണ് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മുടെ ഇനിയുള്ള യാത്രയല്ല കേട്ടാ. അഗത്തി, ബംഗാരം, തിനക്കര ഈ ദ്വീപിലൊക്കെ പോകുന്നത് നമ്മൾ ഈ ബോട്ടിലാട്ടാ. ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ പോവാളെ ബോട്ട് ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ ഞങ്ങളടക്കം ഏകദേശം ഒരു 20-25 പേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല ട്രിപ്പ് മൂഡിലായിരുന്നു. പൊളി. ഇങ്ങനെ ഒരു ബോട്ടിന്റെ മുന്നിൽ നിന്നിട്ട് ഏറ്റവും മുന്നിൽ നിന്ന് സഞ്ചരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അടിപൊളി ബോട്ട്, അടിപൊളി സ്ഥലം. അകത്തിൽ എപ്പോഴും വരുന്നുണ്ട്. പക്ഷെ അകത്തിൽ നിന്ന് ഇതുവരെ തൊട്ടടുത്ത് കാണുന്ന ബംഗാരത്തേക്കോ അല്ലെങ്കിൽ തിനക്കരയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ പോവാണ്. കീടനായിട്ടുള്ള കടലിന്റെ അടിഭാഗം നമുക്ക് കാണാൻ പറ്റൂടാ. പിന്നെ ബോട്ടിന്റെ ഏറ്റവും തറ്റത്ത് നിൽക്കണേ ഒരു രക്ഷയില്ല, പൊളി സാധനം. തൽക്കാലത്തിന് അകത്തോട് ടാറ്റ പറയാട്ടാ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഫുള്ള് ഡമ്മിയാ. ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പരിപാടിയാണ്. ഈ ബോട്ടിലുള്ളതാ, അടിപൊളിയാണ്. എടാ പിടിച്ചിരിക്കും. ഹിന്ദിക്കാരനാ, മനസ്സിലാവില്ല. പൊളിയാണ് മോനെ, പൊളി. ഒരു രക്ഷയില്ല, വൈബ് സംഭവം. അതായത് നമ്മളാ ഏറ്റവും ഫ്രണ്ട്ലി ഇങ്ങനെ നിൽക്കാനൊന്നും ആരും അനുവദിക്കാറൊന്നുമില്ല. ഈ ബോട്ടുകാർക്ക് വലിയ സീനൊന്നുമില്ല. അവര് ഈശോ അടിപൊളി. ആ കാണാനാണ് നമ്മളെ അയലിനട്ട്. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, അങ്ങല്ലേ. ആ കാണുന്നതാണ് നമ്മുടെ സംഭവം. ബോട്ടിലുള്ള എല്ലാ പിള്ളേരും ആ ഡമ്മി വീല് തിരിക്കാനുള്ള മുട്ടനട്ടി അവരെന്നെ അവിടെ നിന്ന് പിടിച്ച് മുന്നിലേക്ക് ഇട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലിന്റെ തിരമാലകളുടെ മേലോടെ ചാടി പോകുന്ന ഈ ബോട്ടിന്റെ ഏറ്റവും മുന്നിൽ 2 കാലും വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഓ പൊള്ളി, ഒരു രക്ഷയില്ലാത്ത വൈബ്. അങ്ങോട്ട് പോകുന്ന ബോട്ട് ട്രാവൽ തന്നെ പാണ്ടാര വൈബാ, ഒരു രക്ഷയില്ല. എല്ലാവരും പൊളിച്ചടക്കാണ്. നോക്കി എൻജോയ്മെന്റ് ആണ്, എല്ലാവരും പൊളിച്ചടക്കുക. മോനെ വേറെ ലെവൽ എക്സ്പീരിയൻസ്. എന്താന്നല്ലേ, വേറെ ഒന്നുമില്ല. അതായി കാണുന്നത് അടിപൊളി, ഒരു രക്ഷയില്ലതപ്പോ. ഇവൻ കണ്ടുപിടിച്ചതാ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബംഗാരം ദ്വീപിന്റെ അടുത്തുള്ള സാൻഡ് ബാഗ് ആട്ടാ. ലക്ഷദ്വീപിലെ മോസ്റ്റ് അട്രാക്റ്റിംഗ് പ്ലേസ് ആട്ടത്. നല്ല പൊരി വെയിലുള്ളതുകൊണ്ട് ചുറ്റുള്ള കടൽ അങ്ങോട്ട് നിന്ന് തിളങ്ങാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സാൻഡ് ബാഗിലാണ്, ബംഗാരം ദ്വീപിന്റെ അടുത്തുള്ള സാൻഡ് ബാഗില്. ഓ കിളി പോണ ഐറ്റം, ഒരു രക്ഷയില്ല. 2 ഭാഗത്തുനിന്ന് എത്ര തിരകളാണ് തുറന്നു നോക്കി. അടിപൊളിയാണ്. ചില്ല് പോലത്തെ വെള്ളം, മണല് വെളുത്തണ്ട് പാറാണ്, ഒരു രക്ഷയില്ല. നോക്കി അടിസ്ഥാനം. ഓ സാൻഡ് ബാഗ് എക്സ്പ്ലോർ ചെയ്ത് ഒരു രക്ഷയില്ലാട്ടാ. ഫോട്ടോസൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ കലക്കി മറിച്ച്. പക്ഷെ എനിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ കൊണ്ടുവച്ച് ഡ്രസ്സൊക്കെ മാറി പൊളിക്കാൻ പോവാ.
നമ്മൾ വന്ന ബോട്ട് നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് പോവാട്ടാ. ഇതിപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത് തിനക്കര എന്ന് പറഞ്ഞൊരു ദ്വീപിലാണ്. ഈ ദ്വീപിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് പോയിട്ടാണ് ഫുഡ് കഴിക്കണ സ്ഥലം എന്ന് പറഞ്ഞത്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വീപിൽ വെറും 8 കുടുംബമാണ് ജീവിക്കുന്നത്. ഈ 8 കുടുംബങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർ കറണ്ടിന് സോളാർ ലൈറ്റ് എടുക്കും. പിന്നെ അങ്ങനെ അവരിവിടെയാണ്. ഇവരുടെ കുളിക്കണ വെള്ളമൊക്കെ ഭയങ്കര ചെളിയാന്നൊക്കെ പല വീഡിയോസിനും കണ്ടിട്ടുണ്ട്. കണ്ടു നോക്കി നോക്കാൻ പോയിട്ട് വന്ന കരയെന്നു അത് പിന്നീട് ജസ്രി ഭാഷയിൽ ബംഗാരമായി തീരുകയും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഈ ദ്വീപിനെ തിന്നകരയെന്ന് പേര് വന്നു എന്നാട്ടാ ഇവിടുത്തെ ഒരു കാരണവർ പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും താമസിക്കുന്നത് ഇതുപോലെ ഓല മേഞ്ഞിട്ടുള്ള വീടുകളിലാട്ടാ. ഇവരുടെ ബാത്റൂമും കുളിക്കണ കുളമൊക്കെ വേറെ ഡിഫറെന്റ് ആട്ടാ. ഈ സിറ്റിയിലൊക്കെ കാണുന്ന ഗ്രീൻ ടോയ്ലറ്റ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. ഈ കുഴി അല്ലെങ്കിൽ കിണറിലത്തെ വെള്ളമാണ് കുടിക്കാൻ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ യൂസ് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. അടിപൊളി സോഫയാ, സൂപ്പർ സാധനം. ഇവിടെ കുറച്ചു നേരം ഞങ്ങൾ പോസ്റ്റ് അടുപ്പിച്ചെങ്കിലും പിന്നെ അവിടുന്ന് വന്നത് അടിപൊളി ഫ്രഷ് മീൻ വറുത്തതും മീൻകറിയും ഉപ്പേരിയും ചോറും പപ്പടും അച്ചാറും അടിപൊളി ആയിട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു കരിക്കും കുടിച്ച് വയറ് ഫുള്ളായിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ഒരു കാരണവരെ ഈ ദ്വീപിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തുടങ്ങുന്നത്. കാറ്റും മഴയൊക്കെ വന്നാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ള എല്ലാവരും അകറ്റിക്കാരാണ്. ഞങ്ങൾ പണിക്ക് വന്നാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം കാറ്റും മഴയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബോട്ടൊക്കെ അവിടെ കയറ്റി പോകും. പിന്നെ ഒന്നും കിട്ടില്ല. ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത റബീലാൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരിക. റബീലാൾ മാസമല്ലേ നബിദിന, ആ മാസം പകുതി 12 കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ വരിക. പിന്നെ വന്നാൽ 6 മാസം ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു പേടി ഞാൻ എൻ്റെ ചെറുപ്പത്തിലൂടെ താമസിക്കുന്നത്. ഇന്ന് വരെ ഒരു പേടി പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാറ്റോ മഴയോ ഒരു കടലേറ്റോ ഒന്നും ഉണ്ടായില്ല. ഇനി നമുക്കൊന്ന് ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലാ. കടലിനോട് തള്ളി നിൽക്കുന്ന ഒരു തെങ്ങില് ഒരു ഊഞ്ഞാലിട്ട് നല്ല അടിപൊളിയായിട്ട് ആടാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. നമ്മളിവിടെ എത്തുന്നേക്കാൻ മുന്നേ തന്നെ നമ്മുടെ ഒപ്പം വന്ന ടീംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഊഞ്ഞാല് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നല്ല അടിപൊളി ഊഞ്ഞാലുണ്ടാ, ട്രൈ ചെയ്ത് നോക്കി നോക്കാം. കേറാനും പറ്റുന്നല്ലോ. ഓ പൊളി. വലിക്ക് വലിക്ക്. ഓക്കെ, ഈ ചെറിയ ദ്വീപിലും ലൈറ്റ് ഹൗസ് ഉള്ള കാര്യം പിന്നെ ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ നമുക്ക് അത് പോയി കണ്ടാലാ. നല്ലൊരു അടിപൊളി ബീച്ചിനോട് ചേർന്നിട്ടാ ലൈറ്റ് ഹൗസ് ഇരിക്കണേ. ഒരു ചെറിയ ലൈറ്റ് ഹൗസ്, പക്ഷെ ഗേറ്റ് പൂട്ടിയിട്ടുള്ളതുകൊണ്ട് അവിടെ ആരില്ലാത്തതുകൊണ്ടും നമുക്ക് ലൈറ്റ് ഹൗസിന് മേലെ കയറാൻ പറ്റിയില്ല. അവിടെ നിന്നും കുറച്ചുകൂടി ഉള്ളിലേക്ക് നടന്നപ്പോൾ അവിടുത്തെ പള്ളിയും പിന്നെ ഒരു സൂപ്പർ ബീച്ചും കാണാൻ പറ്റിയിട്ടാ. അത് പോയില്ലെങ്കിൽ അത് മിസ്സായനെ. തിന്നക്കരയിൽ നിന്ന് ബോട്ടിൽ കയറിയ ഒരു കപ്പൽ മുങ്ങിയ സ്പോട്ട് ഉണ്ട്. അവിടെ നിറച്ച് കളർഫുൾ മീനുകളാണ്. ഇവിടുത്തെ സ്നോർക്കലിങ് സ്കൂബയേക്കാൾ പൊളിയാന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവിടെ മീനുകളെ ഫീഡ് ചെയ്യണ കാരണം അവർ നമ്മുടെ വളരെ അടുത്ത് തന്നെ വരും. അതുപോലെ തന്നെ കപ്പലിലെ തകർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഏകദേശം 1 മണിക്കൂറോളം എല്ലാവരും വെള്ളത്തിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് കയറി നെക്സ്റ്റ് ബംഗാര ഐലൻഡ്. അതെ ഗായ്സ്, നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടുത്തെ സ്നോർക്കലിങ്ങിന് ശേഷം നമ്മൾ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ ബംഗാരത്താണ്. ബംഗാരം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ ദ്വീപുകളിലെ പോലെ തന്നെ അടിപൊളിയാണ്. അതും ഒരു രക്ഷയില്ല. ഇവിടെ വെച്ചാൽ ടൂറിസ്റ്റുകൾ കുറച്ച് ലക്ഷറി ട്രിപ്പാണ്. കണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ കുറച്ച് അക്രമം ടീംസാണ്. ഇവിടെ നമ്മുടെ സൽമാൻ ഖാൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ G20 നടന്നത് ഇവിടെയാണ്. ഇന്റർനാഷണൽ മീറ്റൊക്കെ നടക്കുന്നത് ഇവിടേക്കാണ്. ഇവിടെ നോക്കി പോളി സ്ഥലമാണ്. എന്താ ഒരു ഐലൻഡ് പോലെയാണോ കാണുന്നത്? മാലദ്വീപ്സിന്റെ ചെറിയ കട്ടൊക്കെ ഉണ്ട് ഇവിടെ സംഭവത്തിന്. ഇവിടെ എന്തോ പ്രോഗ്രാം ഇപ്പം നടന്നുണ്ട്. അതിൻ്റെയാണ് ഈ സെറ്റപ്പ് ഒക്കെ. അടിപൊളിയായിട്ടില്ല, ഒരു രക്ഷയില്ല. എന്താ അടിവാക്കി ഫുള്ള് വുഡാണ്. വുഡ് വെച്ചിട്ടാണ് തീർന്നത്. പിന്നെ കസാരങ്ങളൊക്കെ വേറെ ലെവല്. പിന്നെ സൈഡിലൊക്കെ ഉണ്ടോ ഗ്രീൻ സെറ്റപ്പ്. ലക്ഷറി സംഭവം. ഇവിടേക്ക് വരണമെന്ന് നമ്മൾ കുറേ കാലമായി ആഗ്രഹിക്കണം. പക്ഷേ ഇത് ഇപ്പോഴാണ് പറ്റിയത്, 3 വർഷത്തിന് ശേഷം. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂബ ഡൈവിംഗ് ആണ്. ഇവിടുത്തെ അത്ര ക്ലിയർ വാട്ടർ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. അത്രയും പൊളിയാണ്. കാരണം ഇവിടെ അധികം ആൾക്കാർ വരാത്ത കാരണം മലിനങ്ങൾ ഇടുന്നതും
ഇതൊന്നും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ വെള്ളമാണ്, സൂപ്പർ മീനുകളുണ്ട്. ഞങ്ങൾ സ്നോർക്കിൾ ചെയ്തൊക്കെ ലെവല്, ഒരു രക്ഷയില്ല. സ്കൂബ ഡൈവിംഗ് സെൻറ്റർ നമുക്ക് കാണാം ഇവിടെ. അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് ഹട്ട്, ഇതൊക്കെ തന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ള പരിപാടി. പക്ഷേ മറ്റുള്ള ദ്വീപുകളിലൊന്നും ഇതുപോലൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.